വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ള ടോപ്പിക് എന്നുള്ളത് സോണറ്റ് നമ്പർ 1 ആസ്ട്രോഫിൽ ആൻഡ് സ്റ്റെല്ല ബൈ ഫിലിപ്പ് സിഡ്നി എന്ന ഒരു വർക്കാണ് ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. സോ നമുക്കിതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം. ഫിലിപ്പ് സിഡ്നീസ് ആസ്ട്രോഫിൽ ആൻഡ് സ്റ്റെല്ല ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ആൻഡ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കളക്ഷൻസ് ഓഫ് സോണറ്റ്സ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇതിൽ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ആസ്ട്രോഫിലിൻ്റെ നെയിമിൻ്റെ മീനിങ് എന്നുള്ളത് സ്റ്റാർ ലവർ എന്നാണ്. ആ ആസ്ട്രോഫിൽ എന്നാൾ സ്റ്റെല്ല ആയിട്ട് ലവ് ചെയ്യുന്നുണ്ട്. വിച്ച് മീൻസ് സ്റ്റെല്ലാൻ്റെ മീനിങ് ആണെങ്കിൽ സ്റ്റാർ, അതുപോലെ തന്നെ ആസ്ട്രോഫിൻ്റെ മീനിങ് ആണെങ്കിൽ സ്റ്റാർ ലവർ. പക്ഷേ ഷീ ഈസ് നോട്ട് അവൈലബിൾ. ആസ്ട്രോഫിലിന് ലവ് ചെയ്യുകയാണെങ്കിലും അവളെ ലവ് ചെയ്യാനായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് വേറൊരു യാഥാർത്ഥ്യം. ഇതിൻ്റെ മെയിൻ തീം എന്നുള്ളത് ആസ്ട്രോഫിൽസ് അൺഫുൾഫിൽഡ് ലവ് ഫോർ സ്റ്റെല്ല ഹു ഈസ് മാരീഡ്. ഈ വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇംഗ്ലീഷ് റിനേസൻസിൻ്റെ ടൈമിലാണ്. ഈ ഒരു ടൈം എന്നുള്ളത് ലിറ്റററി ഗ്രോത്തും അതുപോലെ തന്നെ ലിറ്റററി എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ടൈമും കൂടിയായിരുന്നു. പോയട്രി പറഞ്ഞാൽ വാസ് എ വേ ടു ഷെയർ പേഴ്സണൽ ഫീലിങ്സ് ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ മോറൽ ഐഡിയാസ് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു വഴിയാണ് ഈ ഒരു പോയട്രി പറയുന്നുള്ളത്. ഈ ഒരു പോയത്തിൽ ആസ്ട്രോഫിൽ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിൻ്റെ ട്രൂ ലോ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഏതിലൂടെയാണ്? പോയട്രിയിലൂടെ ട്രൂ ലോ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം വിചാരിക്കുന്നുള്ളത് ഈ ഒരു പോയം ഹോപ്പിംഗ് ദാറ്റ് ഹിസ് ബിലോഡ് സ്റ്റെല്ല എന്ത് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്? അദ്ദേഹത്തിൻ്റെ പെയിനിൽ ജോയ് കണ്ടെത്തുമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ബിലീവ് ചെയ്യുന്നുള്ളത്, അദ്ദേഹം വിശ്വസിക്കുന്നുള്ളത് അവൾ ഈ ഒരു പോയംസ് വായിച്ചിട്ട് എൻജോയ് ചെയ്യുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും ചെയ്യുമെന്നും, അതുപോലെ തന്നെ ഇത് കാരണമായിട്ട് ഈ ഒരു ഫീലിങ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് കാരണമായിട്ട് അത് അവൾക്കൊരു സഹതാപം തോന്നിയിട്ട് അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ സാഡ്നെസ് ഡിസ്ക്രൈബ് ചെയ്യാൻ ഒരു റൈറ്റ് വേർഡ്സിന് വേണ്ടിയിട്ട് അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുകയാണ് ചെയ്യുന്നുള്ളത്. സാഡ്നെസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് വേർഡ്സിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലവർ ഐഡിയാസ് കൊണ്ട് വർക്ക് ഹാർഡ് ചെയ്യുന്നുണ്ട് അവളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മറ്റ് പോയംസൊക്കെ വായിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓൺ റൈറ്റിങ്സിൽ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് പോയംസൊക്കെ അദ്ദേഹം വായിക്കുന്നുണ്ട്. ഇവിടെ ആസ്ട്രോഫിൽ ഹാർഡായി റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ട്രൂ ക്രിയേറ്റിവിറ്റി ലാക്ക് ചെയ്യാണ്. അദ്ദേഹം വിചാരിക്കുന്നത് ഇതെല്ലാം നാച്ചുറലായിട്ട്, ഈ ഒരു ക്രിയേറ്റിവിറ്റി പറയുന്നുള്ളത് നാച്ചുറലായിട്ട് വരേണ്ടതാണെന്ന്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ഹീ ഫീൽസ് ലൈക്ക് ഹി ഹാസ് മെനി ഐഡിയാസ്, കുറേ ഐഡിയാസ് ഉണ്ട്, പക്ഷേ അതൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ട്. ഇത് കാരണമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു മെനി ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത കാരണം അദ്ദേഹത്തിന് ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നുണ്ട്. ഇൻ ദ എൻഡ് ഹിസ് മ്യൂസ് ടെൽസ് ഹിം ടു സ്റ്റോപ്പ് ട്രൈയിങ് സോ ഹാർഡായിട്ട് ട്രൈ ചെയ്യുന്നത് നിർത്താൻ വേണ്ടി പറഞ്ഞിട്ട് ജസ്റ്റ് റൈറ്റ് ഫ്രം ഹിസ് ഹേർട്ട്, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ആസ്ട്രോഫിൽ ആൻഡ് സ്റ്റെല്ല എന്ന വർക്കിൽ പറയുന്നുള്ളത്. നിങ്ങൾക്കിത് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടാകുമെന്ന്, യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സോ കുറച്ചും കൂടി നോട്ട്സൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്കാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ അതൊക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യുക.